ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 3. ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിൽ നിന്നും രക്ഷപ്പെട്ടപ്പോൾ രചിച്ച ഗാനമാണിത്. ഗാനങ്ങൾ വായിക്കുകയോ പ്രസ്താവിക്കുകയോ അല്ലാതെ മറിച്ച് ആലപിക്കുമ്പോൾ അത് കൂടുതൽ അർത്ഥവത്താവും. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം, ഈ സങ്കീർത്തനം ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലെ വളരെ ദുഷ്കരമായ സമയത്ത് രചിച്ചതാണ്. മകനായ അബ്ശാലോം തൻ്റെ പിതാവിനെതിരെ കലാപം നടത്തിയപ്പോൾ ദാവീദ് യെരൂശലേമിൽ നിന്നും ഓടിപ്പോകേണ്ടി വന്നു. സ്വന്തം മകനിൽ നിന്നുള്ള ദ്രോഹവും സ്വന്തം ജനങ്ങളിൽ നിന്നുള്ള വിരോധവും ജീവൻ തന്നെ അപകടത്തിലായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വാക്യം 1 മുതൽ 2 ദാവീദ് തൻ്റെ എതിരാളികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായി പറയുന്നു. അവർക്കെല്ലാം ദാവീദിനെക്കുറിച്ചൊരു വിധി മാത്രമാണുള്ളത്. ദൈവം ഇനി ഇവനെ രക്ഷിക്കുകയില്ല. മനുഷ്യരുടെ പരിഹാസവും സംശയവും വിശ്വാസിയെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒന്നാണ്. വാക്യം 3 ദാവീദ് തൻ്റെ പ്രതിരോധം മനുഷ്യരിലല്ല മറിച്ച് ദൈവത്തിൽ മാത്രമാണെന്ന് പറയുന്നു. പരിച സുരക്ഷയുടെ പ്രതീകമാണ്. മഹത്വം ദൈവമാണ്. ആ ദൈവം തൻ്റെ തല ഉയർത്തി നിർത്തുമാറാക്കും ലജ്ജയിൽ നിന്നും. വാക്യം 4 വിളിച്ചപ്പോൾ ഉടൻ മറുപടി കിട്ടുന്ന വിശ്വാസത്തിൻ്റെ ആത്മവിശ്വാസം പരിശുദ്ധ പർവ്വതം സിയോൻ പർവ്വതത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. വാക്യം 5 മുതൽ 6 ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളുടെ ഹൃദയശാന്തി, ഭീഷണികളുടെ നടുവിലും ഉറങ്ങുവാൻ കഴിയുക, അതൊരു വിശ്വാസത്തിൻ്റെ തെളിവാണ്. അതൊരു വിശ്വാസിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വാക്യം 7, 8 രക്ഷ കർത്താവിനുടേതാണ്. നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേലുണ്ടാകട്ടെ. വിശ്വാസിയുടെ ജനം മനുഷ്യശക്തിയാലല്ല, ദൈവത്തിൻ്റെ രക്ഷയിലാണ്. 3-ാം സങ്കീർത്തനത്തിൽ നിന്നും നമുക്ക് 4 കാര്യങ്ങൾ പഠിക്കുവാനുള്ളത്. മനുഷ്യരുടെ നിരാശാജനകമായ വാക്കുകൾക്ക് മീതെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കണം. ജീവിതത്തിലെ യുദ്ധങ്ങളിൽ ആത്മവിശ്വാസം ദൈവം നമ്മുടെ പരിച ആണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് വരുന്നത്. പ്രാർത്ഥനയാണ് ഭയത്തെ ജയിക്കാൻ ഏറ്റവും ശക്തമായ ആയുധം. യഥാർത്ഥ രക്ഷയും വിജയവും ദൈവത്തിൽ നിന്ന് മാത്രമാണ്. ദാവീദിൻ്റെ പ്രാർത്ഥനയും പ്രത്യാശയും ഇവിടെ സാക്ഷ്യമായി പ്രസ്താവിക്കുകയാണ്. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. 3-ാം സങ്കീർത്തനം. യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അവന് ദൈവത്തിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയവും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ യഹോവയോടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. യഹോവേ, എഴുന്നേൽക്കണമേ. എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. നീ എൻ്റെ ശത്രുക്കളെയൊക്കെയും ചെകിട്ടത്തടിച്ചു. നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.